കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉള്ളിലെ ഏകാന്തതയോട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഒരു യാത്രയ്ക്കാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഓവർ ടൈമും ഷിഫ്റ്റുകളും ചെയ്ത് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ആ ദിവസം വിമാനം കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ളിൽ വരുന്ന ആ ഒരു കുളിർമയുണ്ടല്ലോ, എയർപോർട്ടിന് പുറത്തിറങ്ങുമ്പോൾ മുഖത്തടിക്കുന്ന ആ നാടൻ കാറ്റ്, വീട്ടിലെത്തുമ്പോൾ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹചുംബനം, പ്രിയപ്പെട്ടവരുടെ ചിരികൾ. പക്ഷേ ഒരു ചോദ്യം, നാട്ടിലെത്തി ആദ്യത്തെ 3-4 ദിവസത്തെ ആവേശമൊന്ന് തീരുമ്പോൾ പെട്ടെന്നൊരു വൈകുന്നേരം നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു അപരിചിതനാണല്ലോ എന്ന് ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ? പുറത്തെല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. ചായക്കടകളുണ്ട്, മൈതാനങ്ങളുണ്ട്, ആളുകളുണ്ട്, അതേ വഴികളുണ്ട്. പക്ഷേ എവിടെയോ നിങ്ങളും ആ നാടും തമ്മിൽ ഒരു അദൃശ്യമായ മതിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളില്ലാത്ത ആ 5-10 വർഷങ്ങൾ കൊണ്ട് ആ നാട് നിങ്ങളെ കൂടാതെ ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതിയൊരു സൗഹൃദ വലയമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളില്ലാത്ത ഒരു ദിനചര്യയുണ്ട്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷേ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ പുതിയ വിഷയങ്ങളില്ല. ഈ സ്വന്തം നാട്ടിലെ അന്യത്വം, ഇത് പ്രവാസിയുടെ ഏറ്റവും വലിയ നിശബ്ദ ദുരന്തമാണ്. ഗൾഫിലോ യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ആയിരിക്കുമ്പോൾ നമ്മൾ കരുതും, എനിക്ക് നാട്ടിൽ ചെന്നാൽ മതി, എൻ്റെ സങ്കടങ്ങളെല്ലാം മാറുമെന്ന്. പക്ഷേ നാട്ടിലെത്തുമ്പോൾ അവിടെയും നമ്മൾ തനിച്ചാകുന്നു. ഇന്ന് ഉൾസുരത്തിൽ നമ്മൾ തിരയുന്നത് ഈ അദൃശ്യമായ മതിലുകളെയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം മണ്ണ് പോലും നമുക്കന്യമായി മാറുന്നത്? നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ഉൾസ്വരത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൻ്റെ ആരും പറയാത്ത ഈ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യൂ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ്. നമ്മൾ പ്രവാസികൾ ഒരു വിചിത്രമായ മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് ഏത് വർഷമാണോ വിമാനം കയറിയത്, ആ വർഷത്തിൽ നമ്മുടെ നാട്ടിലെ ഓർമ്മകളെ നമ്മൾ ഫ്രീസ് ചെയ്തു വെക്കും. നമ്മുടെ മനസ്സിൽ നമ്മുടെ നാട് ഇപ്പോഴും ആ പഴയ 10 വർഷം മുൻപത്തെ നാടാണ്. സുഹൃത്തുക്കൾ അന്നത്തെ അതേ കോളേജ് പിള്ളേരാണ്. പക്ഷെ നമ്മൾ മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ അവിടെ നാടും മാറുകയാണ്, മനുഷ്യരും മാറുകയാണ്. നിങ്ങൾ നാട്ടിലൊരു അവധിക്ക് ചെല്ലുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? ആദ്യത്തെ 2 ദിവസം നിങ്ങളെ കാണാൻ എല്ലാവരും വരും, പാനീയങ്ങൾ കുടിക്കും, വിശേഷങ്ങൾ ചോദിക്കും. പക്ഷേ 3-ാമത്തെ ദിവസം മുതൽ അവർ അവരുടെ ജോലികളിലേക്ക് തിരികെ പോകും. അവർക്ക് ജീവിക്കണം, കടയിലേക്ക് പോകണം, ഓഫീസ് കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾ ആ വീട്ടിൽ ഒറ്റയ്ക്കാകും. നിങ്ങൾ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ വിളിക്കും. വൈകുന്നേരം കവലയിൽ ചെന്ന് നിൽക്കും. പക്ഷേ അവിടെ ചെന്നിരിക്കുമ്പോൾ
നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കും. അവർ സംസാരിക്കുന്നത് അവരുടെ നാട്ടിലെ ബിസിനസ്സിനെ കുറിച്ചായിരിക്കും, അവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അവർ ദിവസവും കാണുന്ന മനുഷ്യരെക്കുറിച്ചായിരിക്കും. നിങ്ങൾക്ക് ആ ചർച്ചകളിൽ പങ്കുചേരാൻ കഴിയില്ല, കാരണം നിങ്ങൾക്ക് ആ മനുഷ്യരെ അറിയില്ല, ആ രാഷ്ട്രീയം അറിയില്ല. നിങ്ങൾ അവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് 10 വർഷം മുൻപത്തെ കഥകളായിരിക്കും. അപ്പോൾ അവർ പറയും, ഓ, നീ അതിപ്പോഴും ഓർത്തു വച്ചിരിക്കുകയാണോ? അതൊക്കെ എത്ര കഴിഞ്ഞു പോയതാണോ? പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇടിത്തീ വെട്ടും. നിങ്ങൾ ജീവിച്ച, നിങ്ങൾ ഒരുപാട് മോഹിച്ച ആ പഴയ ഭൂതകാലം അവിടെ ആർക്കും ആവശ്യമില്ല. അവർ വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് പഴയ ഓർമ്മകളിലും. അവിടെയാണ് ആദ്യത്തെ മതിൽ ഉയരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നാട്ടിലുള്ളവർ നിങ്ങളെ അളക്കുന്നത് ഒരു മനുഷ്യനായിട്ടല്ല, ഒരു പ്രവാസിയായിട്ടാണ്. നിങ്ങൾ എത്ര കൊണ്ടുവന്നു, എത്ര രൂപ സമ്പാദിച്ചു, നാട്ടിൽ എവിടെയാണ് സ്ഥലം വാങ്ങിക്കൂട്ടിയത്, നിങ്ങളുടെ ഉള്ളിലെ തളർച്ചയോ നിങ്ങളുടെ ഒറ്റപ്പെടലോ കാണാൻ ആ നാട്ടിലെ അളവുകോലുകൾക്ക് കഴിയില്ല. അവരെയോ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ കാണുന്നത് നിങ്ങളുടെ തിളങ്ങുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ മാത്രമാണ്. ഇത് കാനഡയിൽ നിന്ന് 8 വർഷത്തിന് ശേഷം നാട്ടിലെത്തിയ ഹരി എന്ന 40-കാരൻ്റെ അനുഭവമാണ്. ഹരി ഒടുവിൽ നാട്ടിലെത്തി. 1 മാസത്തെ ലീവ്. നാട്ടിലെത്തി 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ വലിയൊരു സ്വപ്നം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. അവൻ്റെ കോളേജ് കാലത്തെ 4 ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഒന്നിച്ചു കൂട്ടി ഒരു വൈകുന്നേരം കൂടാൻ അവൻ പ്ലാൻ ചെയ്തു. അവൻ വിചാരിച്ചു, പഴയതുപോലെ കപ്പലണ്ടി പൊതിയും വാങ്ങി ചായയും കുടിച്ച് അട്ടഹസിച്ച് ചിരിച്ചൊരു വൈകുന്നേരം. അവർ ഒത്തുകൂടി ഒരു നല്ല റെസ്റ്റോറൻറ്റിലിരുന്ന് ചായ കുടിച്ചു. പക്ഷേ ഹരി വിചാരിച്ചതുപോലെ ഒന്നുമല്ല സംഭവിച്ചത്. സംസാരത്തിനിടയിൽ ഓരോരുത്തരുടെയും ഫോൺ ബെൽ അടിച്ചുകൊണ്ടേയിരുന്നു. ഒരു സുഹൃത്ത് അവൻ്റെ ബിസിനസ് പാർട്ട്ണറോട് സംസാരിക്കുന്നു. മറ്റൊരു സുഹൃത്ത് മകളെ ട്യൂഷന് വിടാൻ ടൈമായി എന്ന് പറഞ്ഞ് വാച്ചിലേക്ക് നോക്കുന്നു. അതിനിടയിൽ ഒരാൾ ചോദിച്ചു, ഹരി, നിനക്കവിടെ PR കിട്ടിയോ? കാനഡയിൽ ഇപ്പോൾ വലിയ സാമ്പത്തിക മാന്ദ്യമാണെന്ന് കേട്ടല്ലോ, നിനക്ക് ജോലിയൊക്കെ സുരക്ഷിതമാണോ? ഹരി ഒരു നിമിഷം നിശബ്ദനായി. അവൻ അവരോട് പറയണമെന്നുണ്ടായിരുന്നു, ഡാ, എനിക്ക് ജോലിയൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ്, അവിടുത്തെ ആ തണുപ്പിൽ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടൽ തോന്നാറുണ്ട്, എനിക്ക് നിങ്ങളോടൊന്ന് മനസ്സ് തുറക്കാൻ വന്നതാടാ എന്നൊക്കെ. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ടോൺ കണ്ടപ്പോൾ അവൻ ആ വാക്കുകൾ ഉള്ളിലേക്ക് വിഴുങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, എല്ലാം സെറ്റാണ്. ചായ കുടി കഴിഞ്ഞു. എല്ലാവരും തിരക്കിട്ട് യാത്ര പറഞ്ഞു പോയി. ഹരി ഒറ്റയ്ക്ക് റോഡരികിൽ നിന്നു. അവന് ചുറ്റും സ്വന്തം നാടാണ്, സ്വന്തം സുഹൃത്തുക്കളാണ്. പക്ഷേ അവൻ്റെ ഉള്ളിൽ വന്ന ആ തണുപ്പ് കാനഡയിലെ മഞ്ഞിനേക്കാൾ ഭീകരമായിരുന്നു. അവൻ തിരിച്ച് വീട്ടിലെത്തി വരാന്തയിലെ കസേരയിൽ വന്നിരുന്നു. അമ്മ അകത്തിരുന്ന് സീരിയൽ കാണുന്നുണ്ട്, അച്ഛൻ പത്രം വായിക്കുന്നു. എല്ലാവരും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലുണ്ട്. പക്ഷേ ഹരിക്ക് തോന്നി താൻ ഒരു ടൂറിസ്റ്റ് ഹോമിലെ മുറിയിൽ വന്നിരിക്കുന്ന അന്യനാണെന്ന്. ഇതാണ് പ്രവാസിയുടെ അദൃശ്യമതിൽ. നാട്ടിലേക്ക് പോകും മുമ്പ് നമ്മൾ വിചാരിക്കും, നാടാണ് എൻ്റെ മരുന്ന് എന്ന്. പക്ഷേ നാട്ടിലെത്തുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയെന്ന്. നമ്മൾ അവിടെയും തനിച്ചാകുന്നു. ഈ അവസ്ഥയ്ക്ക് സോഷ്യോളജിയിൽ പറയുന്ന ഒരു പേരുണ്ട്, ദി കൾച്ചറൽ ബോർഡർലാൻഡ്, അല്ലെങ്കിൽ 2 തോണിയിൽ കാലിട്ട മനുഷ്യർ.
നിങ്ങളിപ്പോൾ ജീവിക്കുന്ന വിദേശ മണ്ണിൽ നിങ്ങൾ പൂർണ്ണമായി ഒരു സിറ്റിസൺ ആയിട്ടില്ല. അവിടെ നിങ്ങൾ എപ്പോഴും ഒരു ഇമ്മിഗ്രൻ്റ് അല്ലെങ്കിൽ മലയാളിയാണ്. എന്നാൽ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോഴോ അവിടെ നിങ്ങൾ വെറുമൊരു നാട്ടുകാരനല്ല. അവിടെ നിങ്ങൾ പ്രവാസി, ഗൾഫുകാരൻ അല്ലെങ്കിൽ അമേരിക്കൻ NRI. അതായത് നിങ്ങളിപ്പോൾ രണ്ട് ലോകങ്ങൾക്കും ഇടയിലുള്ള ഒരു അദൃശ്യമായ സ്പേസിലാണ് ജീവിക്കുന്നത്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നിങ്ങളുടെ മനസ്സൊരു അഭയാർത്ഥിയെ പോലെ അലയുകയാണ്. പല പ്രവാസികളും ലീവ് കഴിഞ്ഞ് തിരിച്ച് വിമാനം കയറുമ്പോൾ ഉള്ളിലൊരു സമാധാനം തോന്നാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പറയും, ഹാവൂ, തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് ഒന്ന് സമാധാനം കിട്ടിയത്. സ്വന്തം നാട് വിട്ട് ആ തണുത്ത വിദേശ മണ്ണിലേക്ക് തിരിച്ചു വരുമ്പോൾ സമാധാനം തോന്നുന്ന ആ മാനസികാവസ്ഥയുണ്ടല്ലോ, അത് എത്ര വലിയൊരു വിരോധാഭാസമാണ്. കാരണം നിങ്ങളുടെ ശരീരം ഇപ്പോൾ ആ വിദേശ രാജ്യത്തെ ശീലങ്ങളോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ നിശബ്ദത, അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ തനിച്ചുള്ള ജീവിതം, അതാണ് ഇപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ. നിങ്ങൾ നാട്ടിലെ ബഹളങ്ങളെയും ബന്ധങ്ങളുടെ അമിതമായ ഇടപെടലുകളെയും ഇപ്പോൾ ബോധപൂർവമല്ലെങ്കിലും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തെ, ഈ മാറ്റത്തെ തിരിച്ചറിയുക. നാട് മാറിപ്പോയതല്ല, നിങ്ങളും മാറിപ്പോയിരിക്കുന്നു. ഈ മാറ്റം സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾ നാട്ടിൽ ചെന്നാലും സങ്കടപ്പെടും, വിദേശത്തിരുന്നാലും സങ്കടപ്പെടും. അങ്ങനെയെങ്കിൽ ഈ അദൃശ്യമായ മതിലുകൾ നമ്മെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുന്നതിന് മുൻപ് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഞാനൊരു 3 വിദ്യകൾ താങ്കൾക്ക് പറഞ്ഞു തരാം. 1. പ്രതീക്ഷകൾ കുറയ്ക്കുക. ലോവർ യുവർ എക്സ്പെക്റ്റേഷൻസ്. നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും പഴയതുപോലെ തന്നെ നിങ്ങളെ കാത്തിരിക്കണമെന്ന് വാശി പിടിക്കാതിരിക്കുക. അവർക്ക് അവരുടെ ജീവിതമുണ്ട് എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അവർ നിങ്ങൾക്ക് സമയം തരുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. തരാത്തപ്പോൾ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. 2. പുതിയ ഓർമ്മകൾ നിർമ്മിക്കുക. ക്രിയേറ്റ് ന്യൂ മെമ്മറീസ്. പഴയ സുഹൃത്തുക്കൾ മാറിപ്പോയെങ്കിൽ അവരോട് പഴയ കാര്യങ്ങൾ മാത്രം സംസാരിക്കാതെ അവരുടെ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയുക. അവരുടെ ബിസിനസ്സിൽ, അവരുടെ കുടുംബത്തിൽ താല്പര്യം കാണിക്കൂ. ഭൂതകാലത്തിലെ മതിലുകൾ തകർക്കാൻ വർത്തമാനകാലത്തിലെ പാലങ്ങൾ നിർമ്മിക്കുക. 3. നാട്ടിൽ ഒരു സ്വന്തം ഇടം കണ്ടെത്തൂ. ലീവിന് നാട്ടിൽ ചെല്ലുമ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം കണ്ടെത്തുക. ഒരു ചെറിയ കൃഷി, അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു സോഷ്യൽ ക്ലബിലെ ഇടപെടൽ, അല്ലെങ്കിൽ ഒരു ചെറിയ യാത്ര. നാടുമായി ഒരു പുതിയ അർത്ഥമുള്ള ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഞാൻ നാട്ടിൽ പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ടീച്ചേഴ്സിനെ കാണുക, അവരുമായി കുറച്ചു നേരം സംസാരിക്കുക, ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുക, അവിടെ ചിലപ്പോൾ ഒരു 2 ദിവസം സ്റ്റേ ചെയ്യുന്ന കൂട്ടത്തിൽ അവിടെയുള്ള വ്യക്തികളുമായി സംസാരിക്കുക, ആ റിസോർട്ടിൻ്റെ പരിസരത്തുള്ള ചെറിയ ഗ്രാമങ്ങളിൽ ഇറങ്ങി നടക്കുക, ആളുകളെ പരിചയപ്പെടുക. ഇതൊക്കെ ചെറിയ ചെറിയ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിൽ കാലങ്ങളായി സൂക്ഷിച്ചു വെച്ച ഒരു വലിയ ഭാരത്തെ ഞാനൊന്ന് തൊടട്ടെ. നമ്മളിൽ പലരും വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഒരു ദിവസം എല്ലാ കടങ്ങളും തീർത്ത് ഒരു നല്ല തുകയുമായി നാട്ടിൽ ചെന്ന് സമാധാനമായി ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലേ? പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ദിവസം തിരിച്ചു ചെല്ലാൻ കൊതിക്കുന്ന ആ
നാടുണ്ടല്ലോ, അത് വെറുമൊരു ഭൂമിയല്ല. അത് നിങ്ങളുടെ 20കളിലെ പ്രായമാണ്. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുടെ കൂടെയുള്ള ആ പഴയ ചിരികളാണ്. നിങ്ങളുടെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കി തന്ന ആ ഭക്ഷണത്തിൻ്റെ രുചികളാണ്. സത്യം പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ സമ്പാദിച്ച നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആ നാട് അവിടെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ തിരിച്ചു ചെല്ലാൻ ആഗ്രഹിച്ച ആ കാലം അവിടെ ഉണ്ടായില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അന്ന് ഒരുപാട് പ്രായമായിട്ടുണ്ടാകും. ചിലപ്പോൾ അമ്മ അരികിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ അന്ന് കുടുംബസ്ഥരായി അവരുടെ തിരക്കുകളിലായിരിക്കും. നിങ്ങളുടെ ആ പഴയ ആവേശങ്ങൾ അന്ന് നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇതാണ് പ്രവാസത്തിൻ്റെ ഏറ്റവും ക്രൂരമായ സത്യം. നമ്മൾ ഒരു നാടിനെ ഓർത്ത്, ഒരു കാലത്തെ ഓർത്ത് ആയുസ് മുഴുവൻ ഓടും. പക്ഷേ ഓട്ടം നിർത്തി തിരികെ എത്തുമ്പോൾ നമ്മൾ തിരഞ്ഞ ആ പഴയ കാലം അവിടെ ഒരിടവും കാണില്ല. വിജയത്തിൻ്റെ വലിയൊരു കൊട്ടാരം നിങ്ങൾ നാട്ടിൽ പണിതുയർത്തുമ്പോഴും അതിൻ്റെ ഉള്ളിലിരിക്കാൻ ആ പഴയ മനുഷ്യൻ നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയുണ്ടാകില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ. ഞാൻ ഈ മാറ്റിവെക്കുന്ന ജീവിതമുണ്ടല്ലോ, ഇത് തിരികെ കിട്ടുന്ന ഒന്നാണോ? നാടിനെ ഓർത്ത് സങ്കടപ്പെടരുത്. വിദേശത്തെ ഓർത്ത് ഭയപ്പെടരുത്. നിങ്ങളിന്ന് എവിടെയാണോ അവിടുത്തെ മനുഷ്യരെ സ്നേഹിക്കൂ. ഇതാണ് നിങ്ങളുടെ ജീവിതം. നാളെയൊരു ദിവസം നാട്ടിൽ ചെന്ന് ജീവിക്കാമെന്ന് കരുതി ഇന്നത്തെ ദിവസത്തെ കൊന്നുകളയരുത്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 5 മിനിറ്റ് നിങ്ങളുടെ കണ്ണുകളടയ്ക്കൂ. എന്നിട്ട് നിങ്ങളുടെ നാടിനെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഓർക്കൂ. അവരോട് മനസ്സിൽ പറയൂ, നിങ്ങൾ മാറിയതിലോ ഞാൻ മാറിയതിലോ എനിക്ക് പരാതികളില്ല. ഞാൻ എൻ്റെ ഇന്നത്തെ ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കുകയാണ്. ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിലെ അന്യത്വത്തിൻ്റെ വേദനയെ ഒരു വലിയ തിരിച്ചറിവായി മാറ്റും. കാരണം എല്ലാ വലിയ മടങ്ങിവരവുകളും തുടങ്ങേണ്ടത് നാട്ടിലേക്കല്ല, സ്വന്തം മനസ്സിലേക്കാണ്. ഈ സംഭാഷണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, സ്വന്തം നാട്ടിൽ പോയിട്ടും അന്യനായി തിരികെ പോരേണ്ടി വന്ന നിങ്ങളുടെ ഉള്ളിൽ ഓർമ്മകൾ ചുമക്കുന്ന ഒരു പ്രവാസി സുഹൃത്തിന് അയച്ചു കൊടുക്കുക. അവർക്കതൊരു വലിയ ആശ്വാസമായിരിക്കാം. ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു വാക്ക് മാത്രം എഴുതൂ: ഞാൻ എവിടെയാണെങ്കിലും ഞാനാണ് കാരണം. ഈ വാക്ക് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന് നൽകുന്ന ഏറ്റവും വലിയ വീടാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രവാസ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ, എന്നാൽ നമ്മൾ പലപ്പോഴും ഒളിച്ചോടാൻ ശ്രമിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. കടം തന്ന സ്നേഹങ്ങൾ, ദ പ്രൈസ് ടാഗ് ഓഫ് റിലേഷൻഷിപ്സ്. നമ്മൾ പണമയക്കുമ്പോൾ മാത്രം നമ്മെ സ്നേഹിക്കുന്ന, നമ്മൾ പണമയക്കുന്നത് നിർത്തുമ്പോൾ പതിയെ അകന്നു പോകുന്ന ചില ബന്ധങ്ങൾ. പ്രവാസിയുടെ സ്നേഹത്തിന് പുറകിലെ ആ വലിയ വിലപേശലുകൾ, അതിനെക്കുറിച്ച് നമുക്കടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അതുവരെ ശാന്തമായിരിക്കും. ഒരു പുഴയെ പോലെ, പക്ഷേ നിങ്ങളുടെ ഒഴുക്ക് നിലച്ചു പോകാതെ നോക്കാനും മറക്കരുത്. ഞാൻ ഒരു പ്രവാസി. നമസ്കാരം.